ഇടത് എം.എൽ.എ. പി.വി. അൻവറിനെതിരെ പരാതി നൽകി ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ് ഇമെയിൽ വഴി ഡി.ജി.പിക്കാണ് പരാതി നൽകിയത്. കുറ്റകൃത്യം നടന്നത് അറിഞ്ഞിട്ടും മറച്ചുവെച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. എ.ഡി.ജി.പി. എം.ആർ. അജിത് കുമാറിന്റെ കുറ്റകൃത്യങ്ങളെപ്പറ്റി അറിവുണ്ടായിട്ടും കോടതിയെയോ പോലീസിനെയോ സമീപിക്കാത്ത എം.എൽ.എയുടെ നടപടി കുറ്റകൃത്യമാണെന്നാണ് ഷോൺ വിശദീകരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ പോലീസിനെ സമീപിക്കാതെ കുറ്റകൃത്യം മറച്ചുവെക്കാൻ അൻവർ ശ്രമം നടത്തിയെന്ന് ഷോൺ ജോർജ് പരാതിയിൽ ആരോപിക്കുന്നു. BNS 239 പ്രകാരം അൻവറിനെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. ഈ ആവശ്യം പോലീസ് തള്ളിയാൽ ഷോൺ കോടതിയെ സമീപിച്ചേക്കും. പൂഞ്ഞാർ മുൻ എം.എൽ.എ. PC ജോർജിന്റെ ഈ നീക്കം ഇടതു കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഫോൺ ചോർത്തൽ അടക്കമുള്ള ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചതാണ് ഇതിന് കാരണം. എം.ആർ. അജിത് കുമാറിനെതിരെ ആദ്യഘട്ടത്തിൽ രഹസ്യാന്വേഷണം നടത്താൻ DGPയുടെ നേതൃത്വത്തിലെ സംഘം തീരുമാനിച്ചിരുന്നു. മാധ്യമങ്ങളിലൂടെ PV അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങളും അന്വേഷിക്കും. അൻവറിൽ നിന്നും മൊഴിയെടുക്കുന്നത് ആദ്യഘട്ട അന്വേഷണത്തിന് ശേഷം മാത്രം മതിയെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ADGPക്കെതിരായ അന്വേഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുന്നതായി DGP അന്വേഷണ സംഘാംഗങ്ങളുടെ ആദ്യ യോഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. അതിനിടെയാണ് ഷോൺ ജോർജിന്റെ നിർണായക നീക്കം. അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ADGP എം.ആർ. അജിത് കുമാറിനെതിരെ അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു ആരോപണം. ഡാൻസാഫ് പ്രവർത്തിക്കുന്നത് സ്വർണ്ണക്കടത്ത് ലോബിയുമായി ചേർന്നാണെന്നും അൻവർ ആരോപിക്കുന്നു. മറുനാടൻ മലയാളിയിൽ നിന്നും അജിത് കുമാർ 2 കോടി കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവും അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് കാണാതായ മാമി എന്ന ആട്ടൂർ മുഹമ്മദിനെ കൊന്നുകളഞ്ഞു എന്നാണ് കരുതുന്നതെന്നും അത് ചെയ്യിപ്പിച്ചത് അജിത് കുമാറാണെന്നും PV അൻവർ പറഞ്ഞു. കൊല്ലുകയും കൊല്ലിക്കുകയും ആത്മഹത്യ ചെയ്യിക്കുകയും ചെയ്തയാളാണ് അജിത് കുമാർ. തിരുവനന്തപുരം കവടിയാറിൽ അജിത് കുമാർ കോടികൾ ചെലവിട്ട് കൊട്ടാര സമാനമായ വീട് പണിയുന്നു എന്നതാണ് PV അൻവർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം. കവടിയാർ കൊട്ടാരത്തിനടുത്ത് 10 സെന്റ് സ്ഥലം അജിത് കുമാർ സ്വന്തം പേരിലും 12 സെന്റ് സ്ഥലം അളിയന്റെ പേരിലുമായി സ്വന്തമാക്കിയിരിക്കുകയാണ്. കവടിയാർ കൊട്ടാരത്തിന് സമീപം സെന്റിന് 60 ലക്ഷം മുതൽ 75 ലക്ഷം വരെ വില വരുമെന്നും ആരോപിച്ചിരുന്നു. സോളാർ കേസ് അജിത് കുമാർ അട്ടിമറിച്ചെന്ന ആരോപണവും അൻവർ ഉന്നയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫോൺ സംഭാഷണവും അൻവർ പുറത്തുവിട്ടു. കേസ് അന്വേഷിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നെന്ന് കരുതുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണമാണ് പുറത്തുവിട്ടത്. അജിത് കുമാർ തൃശൂർ പൂരം കലക്കിയെന്നതാണ് PV അൻവർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം. സമാന്തര ഇന്റലിജൻസ് സംവിധാനം സൃഷ്ടിച്ചെടുത്താണ് അജിത് കുമാർ പോലീസിനെ ഭരിക്കുന്നതെന്നും പറഞ്ഞു. DGPയെ നോക്കുകുത്തിയാക്കിയാണ് അജിത് കുമാർ പ്രവർത്തിക്കുന്നതെന്ന് അൻവർ ആരോപിക്കുന്നു. സമാന്തര ഇന്റലിജൻസ് സംവിധാനം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന ആരോപണം പോലീസ് അസോസിയേഷനിലും ഉയർന്നിട്ടുണ്ട്. പോലീസുകാരെ നിരീക്ഷിക്കാൻ ഈ ഇന്റലിജൻസ് സംവിധാനം അജിത് കുമാർ ഉപയോഗിക്കുന്നു. പത്തനംതിട്ട SP സുജിത് ദാസ് കരിപ്പൂർ വഴി എത്തുന്ന സ്വർണം തട്ടിയെടുത്തെന്ന ആരോപണവും അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതെല്ലാം വളരെ നേരത്തെ തനിക്ക് അറിയാമെന്നാണ് അൻവർ പറയുന്നത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.